നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം വിശ്വാസികളെ. അപ്പോ ഇവിടെ പ്രധാനമായി ഞാൻ പറയുന്നത് സ്വന്തം ഭാര്യ ബാപ്പാനെയും ഉമ്മാനെയും ആക്ഷേപിക്കുക. എന്നിട്ട് തന്റെ ഭാര്യയെ ഉമ്മാന്റെ കാര്യത്തെ മോശമായി കാണുക. ഉമ്മയെ അടുക്കളയിലിട്ട് ഉമ്മയെ മരുമോള് ആക്ഷേപിക്കുമ്പോ സ്വന്തം ഭാര്യ ആക്ഷേപിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇവിടെ അതവന്റെ കബായിറാണ്. ആ ഭർത്താവിന് നരകമാണെന്ന് മുഹമ്മദ് നബി. ഇനി ഈ പെണ്ണിനും നരകം തന്നെയാണ്. ഈ പെണ്ണിന്റെ ഉമ്മയാണല്ലോ അത്, ഈ പെണ്ണിന്റെ ബാപ്പയാണ്. ഈ അമ്മോശൻ അമ്മായി എന്ന ആളാരാ? അമ്മോശൻ അമ്മായി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഊലതിഹിന്ന. ഒരു പെണ്ണിന്റെ ഔറത്ത്, ഒരു പെണ്ണ് ശരീരത്തിൽ പൂർണ്ണമായി മൂടാതെ അഭിമുഖീകരിക്കേണ്ട ആളുകളെ പറഞ്ഞു കൊടുത്ത്, ഒന്ന് അവളുടെ വാപ്പ, ഒന്ന് അവളുടെ ഭർത്താവിന്റെ വാപ്പ. അപ്പൊ ഭർത്താവിന്റെ വാപ്പ സ്വന്തം വാപ്പയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അമ്മോശൻ അമ്മായിനല്ല, ബാപ്പയും ഉമ്മയുമാണ്. ഇത് വളരെ ചിന്തിക്കണം, ഇത് വളരെ മനസ്സിലാക്കണം. ഇവിടെ അമ്മോശൻ അമ്മായും തിരിച്ചും ചിന്തിക്കണം, കഷ്ടപ്പെടുത്തുകയാണ്. ഇത് വളരെ ആലോചിക്കണം. ഭർത്താവിന്റെ ഉമ്മയെയും ബാപ്പയെയും ഒരു നിലക്കും വിഷമിപ്പിക്കാൻ, അടുക്കളയിൽ വിഷമിപ്പിക്കാൻ, മറ്റുള്ള വീട്ടിന്റെ അകത്തളങ്ങളിൽ വിഷമിപ്പിക്കാൻ സമ്മതിക്കരുത്. ഇത് പെണ്ണുങ്ങൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടതാ. അതേപോലെ തന്നെ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും സ്വന്തം ഉമ്മയും ബാപ്പയുമാണ്. അവരെ കഷ്ടപ്പെടുത്തുന്ന രീതി ഇന്നും നിലവിലുണ്ടല്ലോ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. റമദാൻ മാസമായി കഴിഞ്ഞ ഒറ്റ ഉദാഹരണം പറയാം. പുതിയതായി പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത വീട്ടിലൊക്കെ വലിയ വിഷമമാണ്. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ഒരു ജാതി മാമൂലുകളുണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാര്. മാമൂലിന്റെ നാടാ കോഴിക്കോട്. ഒരു പെണ്ണങ്ങോട്ട് കെട്ടിച്ചയച്ചാൽ പിന്നെ ആ പെണ്ണിന് ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, ഒരു പെണ്ണിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവള് നോമ്പിന്റെ സൽക്കാരം കഴിഞ്ഞ് വരുമ്പോ ഒരു 25 കിലോ പൊടി, അങ്ങനെയൊക്കെ ഉണ്ടോ? ആരാണ് മനുഷ്യന്മാരെ ഈ നോണ മുഴുവൻ ഉണ്ടാക്കിയത്? എന്താ മനുഷ്യന്മാർ ഇതിന്റെ അടിസ്ഥാനം? എന്താണ് മനുഷ്യന്മാര്? ഒരു കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു വണ്ടിക്ക് ലോഡ് അങ്ങോട്ട് കൊണ്ടുപോയി ഏൽപ്പിക്കുക. ശരി, നിങ്ങൾക്ക് എവിടുന്നോ ഗൾഫിൽ നിന്ന് എവിടുന്നോ കാലുമാറി ലഭിച്ച പൈസ പലരുടെയും ഡ്രോയറിലുണ്ടെന്ന് ചെലവായി കിട്ടിയെങ്കിൽ വിചാരിക്കുന്ന പൈസ ഉണ്ടാവും. ഇവിടെ പരിസരത്ത് സാധുക്കളായ ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? നശിച്ചുപോയില്ല തലമുറ മുഴുവനും. കുട്ടികളെ കെട്ടിക്കാതിരുന്നാൽ ടെൻഷൻ, കുട്ടികളെ കെട്ടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ മാറാൻ വേണ്ടി ആ കുട്ടികളെ കെട്ടിക്കുന്നത്. കുട്ടികളെ കെട്ടിച്ചോടുകൂടെ സൂപ്പർ ടെൻഷനാ, പിന്നെ ടെൻഷനാ, പിന്നെ അതോടുകൂടെ ആ ടെൻഷൻ തുടങ്ങി. മുമ്പ് ഈ പെൺകുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ അവരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയ ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇത് ആ കുട്ടികൾ വീട്ടിൽ നിന്ന് പോകുന്നതോടുകൂടെ ഇനി ഈ ബാപ്പാന്റെ കാലും കയ്യും ഇങ്ങനെ നീളുന്നവരെ ഇയാൾക്ക് ടെൻഷനാ. ഞങ്ങളെ കിഴക്കൻ നാട്ടിൽ മലബാറിലൊക്കെ ഒരു പരിപാടി ഉണ്ട്. ഈ റമദാൻ അല്ലാത്ത കാലത്ത് ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോ, ഭാര്യയും കൊണ്ടുപോകുമ്പോ ഒരു ഓട്ടോറിക്ഷ വരെ കയറ്റിയിട്ട് ഭാര്യയെ കൊണ്ടുപോകാത്ത ആളുകള് റമദാൻ മാസത്തിൽ ടാറ്റാ സുമോ വിളിച്ചു പോകും. കാരണം അത് അയാളെ ചെലവില്ല. നോമ്പ് ഇവിടെ ഉണ്ടോ? ധൈര്യമായിട്ട് പറയും, ഇല്ല എന്ന് പറയും. ഒക്കെ ഞങ്ങളെ മലപ്പുറം ജില്ലയിലേക്ക് തട്ടി. നിങ്ങൾ കോഴിക്കോട്ടേരൊക്കെ ഉഷാറാന്ന് നോക്കി. ഇപ്പൊ അവിടെ മാറിയിട്ടുണ്ട്, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ചിന്തിക്കണം, എവിടുന്ന ആരാ ഈ നോണയൊക്കെ അവിടെ ഉണ്ടാക്കിയത്? എന്താ മനുഷ്യന്മാർ? ഇതിനൊന്നും എതിർക്കാനും ആടില്ല, എതിർക്കൂല. എന്തുകൊണ്ട്? എനിക്കും വളർന്നു വരുന്നത് ഒരു കയ്യും കാലും, ഒരു കുട്ടീന്റെ കയ്യും കാലും ഇങ്ങനെ ആൺകുട്ടി ഇങ്ങനെ പൊങ്ങണ കണ്ടാല് വലിയ റാഹത്താ. ഷാർജയില് സൂപ്പർ മാർക്കറ്റ് ഇട്ട മാതിരി ആ കയ്യും കാലിനാ വില. ഈ കയ്യും കാലിന് പൊങ്ങിയാൽ ലക്ഷക്കണക്കിന് ഉറപ്പാ. അതാ അവിടെ നമ്മളെ അവസ്ഥ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ തിന്മകളാണ്. ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ലാത്ത തിന്മകളാ. അതിനേക്കാളൊക്കെ നല്ല ഒരു ഏർപ്പാടുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല. ആ ഭാര്യ വീട്ടിൽ റമദാനിലൊക്കെ പോയിട്ട് ഭാര്യ വീട്ടിൽ കവർ വാങ്ങി കൊണ്ടുവന്നതിനേക്കാൾ നല്ല ഒരു ഏർപ്പാടുണ്ട്. പക്ഷെ ഈ വെള്ളക്കുപ്പായ ഇട്ട് പോയി ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഞാൻ പറയണില്ല നിങ്ങളോട്. അത്ര വൃത്തികെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതൊക്കെ തിന്മയാണ്, ഇതൊക്കെ കടുത്ത തിന്മയാണ്. ആരുണ്ടാക്കിയതാലും ഇത് തിന്മയാണ്. ഇത് തിന്മയുടെ മാമൂലാണ്. ഇത് മനുഷ്യനെ നശിപ്പിക്കലിന്റെ മാമൂലാണ്. ഈ മാമൂലുകളിൽ ഒക്കെ രാജിയാകണം. ഇത് ബാപ്പാനും ഉമ്മാനെയും കഷ്ടപ്പെടുത്തുകയാണ്. അതോടുകൂടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ അവർ സത്യത്തിൽ നമ്മളെ കുട്ടികൾ തന്നെയാണ്. അവരെ പരിഗണിക്കുക എന്ന ഒരു ബാധ്യത കൂടിയുണ്ട്. അവർ നമ്മളെ കുട്ടികളാണ്. നമ്മളെ മക്കളെ പോലെ അവരോട് പെരുമാറേണ്ടതാണ്. ആ രൂപത്തിൽ അവരോട് ബന്ധപ്പെടേണ്ടതാണ്, അവരെ കാണേണ്ടതാണ്.
ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. ഞാൻ ഉമ്മാന്റെ ചില ഫളിലുകൾ പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, എല്ലാവരും ശ്രദ്ധിക്കണേ, സ്വഹീഹ് മുസ്ലിം അൻ മുആവിയത ബിൻ ജാബിർ ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു, അസ്തശീറുഹു ഫിൽ ജിഹാദ്, ഞാൻ യുദ്ധത്തിന്